മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസം തന്നെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നട തുറന്നു. ഉച്ചവരെ 45,000-ഓളം ഭക്തർ ശബരീശ ദർശനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് എം മനോജ ചേർന്നുണ്ട്. മനോജ, ഒരുപക്ഷെ വളരെ വലിയൊരു തിരക്കാണ്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു തിരക്കിൽ കൂടുതൽ ശരണം വിളികൾ ആ ഒരു അയ്യനെ കാണാനുള്ള അത്രയുമുള്ള ആ ഒരു കാത്തിരിപ്പിന് ആവേശം പകരുന്നതല്ലേ? വിഷ്ണു, എങ്ങും ശരണമന്ത്ര ധ്വനികളാണ്. സന്നിധാനമാകെ തന്നെ ഭക്തിസാന്ദ്രമാണ്. ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. ആ 18-ാം പടി ചവിട്ടി ഇരുമുടിക്കെട്ടുമേന്തി ഇങ്ങോട്ടേക്ക് ഓരോ ഭക്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. 45,000-ഓളം ഭക്തജനങ്ങൾ ഉച്ചവരെ ഉണ്ടായിരുന്നു. അതിനുശേഷം 3 മണിക്കാണ്, അതായത് 1 മണിയോടുകൂടി നടയടച്ച ശേഷം 3 മണിക്കാണ് വീണ്ടും തുറന്നത്. കുഞ്ഞ് അയ്യപ്പന്മാർ, അതായത് മണികണ്ഠന്മാരും അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങളുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നതാണ്. നിരവധി ഭക്തജനങ്ങൾ തന്നെയാണ് അയ്യപ്പനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി മലചവിട്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും രാവിലെ ഇന്ന് 3 മണിയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം മേൽശാന്തിയായി അവരോധിക്കപ്പെട്ട നിലവിലെ ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി പുലർച്ചെ ഈ നട തുറന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ചു. അതുവരെ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി ദർശനം നടത്തി. വീണ്ടും 3 മണിയോടുകൂടി നട തുറന്നു. രാത്രി 11 മണിയോടുകൂടി തന്നെയാണ് നട അടയ്ക്കുക, ഹരിവരാസനം ചൊല്ലി. എന്തായാലും രാവിലെ മുതൽ തന്നെ നെയ്യഭിഷേകം, അതോടൊപ്പം തന്നെ ഉഷപൂജ, ഉച്ചപൂജ ഒക്കെ നടന്നു. ഇനി വൈകിട്ട് 6:30-ക്കാണ് ദീപാരാധന നടക്കുക. അത് കഴിഞ്ഞ ശേഷം അത്താഴ പൂജയും ഉണ്ടാകും. രാത്രി 11 മണിയോടുകൂടി ഹരിവരാസനം തുടർന്ന് നടയടയ്ക്കും. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ എത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുങ്ങുമെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള ദേവസ്വം അധികൃതരും അതോടൊപ്പം തന്നെ ഇന്ന് ദേവസ്വം മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് അവലോകന യോഗമൊക്കെ നടന്നിരുന്നു. എത്രത്തോളം അത് പ്രായോഗികമാകും, അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങോട്ടേക്ക് എത്തുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ആ ഒരു ആശങ്കയൊക്കെ നിലനിന്നിരുന്നു. എന്തായാലും ഭക്തജനങ്ങളൊക്കെ നിരവധി പേർ ഉയർത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. സ്വാമി ശരണം. സ്വാമി അയ്യപ്പ. ആന്ധ്രയിൽ നിന്നൊക്കെ നിരവധി ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക്. കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ അയ്യപ്പന്മാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മാലയിട്ട് വ്രതം നോറ്റ് അവരൊക്കെ ഭക്തിപൂർവ്വം ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്കൊക്കെ തന്നെയാണ്. കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്. അവരൊക്കെ ഭക്തിസാന്ദ്രമായ ഈ ഒരു അന്തരീക്ഷത്തിൽ സന്നിധാനത്തിലൂടെ അങ്ങനെ അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി പോവുകയാണ്. ఆంధ్ర గుంటూరు మాట్లాడు పేరు തീർച്ചയായും കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെ സ്വാമി ശരണം മുഴക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ആ ഹൃദയത്തിൽ നിന്നുയരുന്ന ശരണമന്ത്രങ്ങൾ അത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും ഭക്തജന തിരക്ക് അത് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കൃത്യമായി അവരെ ക്രമീകരിച്ചുകൊണ്ട് ഇവിടേക്ക് ദർശനത്തിന്, അതായത് എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മളോട് പങ്കുവച്ചിരുന്നത്. എന്തായാലും ഈ മലചവിട്ടി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരാൾക്ക് പോലും ദർശനമില്ലാതെ അവർക്ക് മടങ്ങേണ്ടി വരരുത് എന്നുള്ള ആവശ്യം തന്നെയാണ് ഹൈന്ദവ സംഘടനകളടക്കം ഉയർത്തിയിരുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു ദർശന സമയം, അതായത് ഇത്തവണ മണ്ഡലകാലത്ത് ദർശന സമയം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 18 മണിക്കൂറാക്കി കൂട്ടിയിട്ടുണ്ട്. കൂടുതലായും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് സൗകര്യമാകുന്ന വിധത്തിൽ ഇങ്ങോട്ടേക്ക് എത്തി അയ്യപ്പനെ കാണുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മണ്ഡലകാലം കൂടിയാണ്. കഴിഞ്ഞ തുലാമാസ പൂജയ്ക്കൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. എന്തായാലും ശബരിമലയുടെ കീർത്തി അത് ലോകമെമ്പാടും വ്യാപിക്കുമ്പോൾ ഓരോ ഭക്തജനങ്ങളും, ഓരോ അയ്യപ്പ ഭക്തരും ഇങ്ങോട്ടേക്ക് വ്രതം നോറ്റുകൊണ്ട് മലചവിട്ടി എത്തുകയാണ്. രാവിലെ കുട്ടികളുടെ ചോറൂണ് നടന്നിരുന്നു. അതൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കുഞ്ഞു മണികണ്ഠന്മാരും അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങളും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വലിയ തരത്തിൽ അവരുടെ മുഖത്തൊക്കെ തന്നെ വിടരുന്ന സന്തോഷം നമുക്ക് കാണുവാൻ സാധിക്കും. അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി എത്തിക്കുകയാണ്. സ്വാമി ശരണം. സ്വാമി ശരണം. ஐ எம் ஃப்ரம் நாமக்கல், தமிழ்நாடு. எப்படி இருந்த டிராவல்? ஒன்று சூப்பராக இருந்துச்சுங்க. ஐயப்பனை தரிசிச்சாச்சு, மறுபடியும் பார்க்கலான்னு ஒரு ஆசை. எவ்வளோ வாட்டி வந்திருக்கு? சார் 15. ஆமாம். ஃபர்ஸ்ட்டு கன்னிசாமி. ஆமாம். எவ்வளோ வாட்டி? நான் 13 வருஷம். இது நான் ஃபர்ஸ்ட்.
കന്നി അയ്യപ്പന്മാരുണ്ട്. അതോടൊപ്പം തന്നെ മുൻപ് നിരവധി തവണ വന്നിട്ടുള്ള ഭക്തജനങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങോട്ടേക്ക് അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി, അയ്യപ്പനെ ദർശിക്കണമെന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടെ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഇത്തവണ പരിചയസമ്പത്തായിട്ടുള്ള പോലീസുകാരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. അതോടൊപ്പം NDRFന്റെ ടീം ഇവിടെ സുരക്ഷയ്ക്കായിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് കേന്ദ്ര സേനകളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇരുമുടിക്കെട്ടുമായി അയ്യപ്പന്മാർ ഓരോരുത്തരായി അങ്ങനെ സന്നിധാനത്തിലേക്ക് എത്തുകയാണ് അയ്യപ്പനെ കാണുവാൻ വേണ്ടി. എന്തായാലും ഈ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, അതിൽ വലിയ തിരക്കും ചരണമന്ത്ര ധ്വനികളൊക്കെ ഇങ്ങനെ ഉയരുമ്പോൾ ഈ ഒരു സന്ധ്യാസമയത്തിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. ഇനി എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരം തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കാണ്, 70,000 ഭക്തജനങ്ങൾക്കാണ് ഇങ്ങോട്ടേക്ക് എത്തുവാൻ സാധിക്കുക. അതോടൊപ്പം 10,000 സ്പോട്ട് ബുക്കിംഗ് കൂടെ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെയൊക്കെ ലക്ഷങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്, ഇങ്ങനെ ഈ ഒരു ഓൺലൈൻ സംവിധാനം എത്രത്തോളം അത് എത്ര ദിവസം പ്രായോഗികമാകുമെന്നുള്ള കാര്യം അത് വലിയ ആശങ്കയിലൊക്കെ ആക്കിയിരുന്നു. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് അത് ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 18ാം പടി കടന്നെത്തുന്ന ഭക്തജനങ്ങൾ അതൊക്കെ തന്നെ ഈ പോലീസുകാരും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ അവർക്ക് വേണ്ട ഈ സുഗമമായിട്ടുള്ള ദർശനം ഏർപ്പാടാക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പരിചയസമ്പത്തുള്ള ഈ പോലീസുകാരെ 18ാം പടിയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവരോരോരുത്തരായി ശരണമന്ത്രങ്ങൾ മുഴക്കി ഈ 18ാം പടി ചവിട്ടി മുകളിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇനി സന്നിധാനത്ത്, അതായത് ഈ വൈകിട്ട് വരെ ഇതുപോലെ തന്നെ തിരക്ക് രാത്രി വരെ തുടരുമെന്നുള്ളത് തന്നെയാണ്. കാരണം 30ാം തീയതി വരെയുള്ള ഈ സ്പോട്ടിൽ ഓൺലൈൻ ബുക്കിംഗ് അത് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിൽ മറ്റൊന്നും ഒഴിവില്ല എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഒരു സ്ലോട്ട് പോലും ബാക്കിയില്ല 30ാം തീയതി വരെയുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന സ്പോട്ട് ബുക്കിംഗ് അത് നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ID പ്രൂഫും അതൊക്കെ തന്നെ അവിടെ പരിശോധിച്ച ശേഷം ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ്. ഈ സന്നിധാനത്തിന് താഴെ 18ാം പടിയിലേക്ക് കയറുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഓടി എത്തുന്ന ഭക്തജനങ്ങൾ, അതായത് ഇരുമുടിക്കെട്ടുമേന്തി അവർ ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർ, അതോടൊപ്പം തന്നെ അവിടെ മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കും. ഒപ്പയിൽ